ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 19. താനഹം ദുഷദഃ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാൻ ആസുരീഷ്വേവ യോനിഷു. വിവർത്തനം. ഈർഷ്യാലുക്കളും ദുർബുദ്ധികളുമായ ഈ മനുഷ്യാധമന്മാരെ ഭൗതിക ജീവിത സാഗരത്തിലെ അസുര യോനികളിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നു. ഭാവാർത്ഥം: ഒരു ജീവൻ ഏതു ശരീരത്തിൽ ഉൾപ്പോകുന്നുവെന്നത് ഭഗവദിച്ഛയെ ആശ്രയിച്ചിരിക്കുമെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. ആസുര സ്വഭാവികൾക്ക് പരമപ്രഭുവിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കാതിരിക്കാം, തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയുമാവാം. എന്നാൽ തൻ്റെ അടുത്ത ജന്മം എന്തെന്ന് തീരുമാനിക്കേണ്ടത് അയാളല്ല, ഭഗവാൻ മാത്രമാണ്. വ്യക്തിഗത ജീവാത്മാവ് മരണത്തിനു ശേഷം ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവെന്നും അവിടെ വെച്ച് പരമോന്നത ശക്തിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേകമായൊരു ശരീരം കൈക്കൊള്ളുന്നുവെന്നും ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ അനേക വിധത്തിലുള്ള ജീവഗണങ്ങളെ നാം കാണുന്നത്. മൃഗങ്ങൾ, കൊച്ചു പ്രാണികൾ, മനുഷ്യർ, ഈ ജീവികളെല്ലാം ആകസ്മികമായി ജനിക്കുകയല്ല, എല്ലാം ഉത്കൃഷ്ട ശക്തിയുടെ ക്രമീകരണങ്ങളാണ്. ആസുര സ്വഭാവികൾ വീണ്ടും വീണ്ടും രാക്ഷസീയ ഗർഭങ്ങളിൽപ്പെട്ട് ഈർഷ്യാലുക്കളായ നരാധമന്മാരായി പിറക്കുന്നുവെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അക്കൂട്ടർ എപ്പോഴും കാമക്രോധഭരിതരും അസൂയാലുക്കളും ശുചിത്വമില്ലാത്തവരുമായിരിക്കും. വനാന്തരങ്ങളിൽ വേട്ടയാടി ജീവിക്കുന്ന പല വർഗങ്ങളും ഇങ്ങനെ ആസുര പ്രകൃതക്കാരാണ്. ശ്ലോകം 20. ആസുരീം യോനിമാപന്നാ മൂഢാ ജന്മനി ജന്മനി മാമപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യധമാം ഗതിം. വിവർത്തനം. ഹേ കുന്തിപുത്ര, ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മമെടുത്ത ശേഷവും ഇത്തരക്കാർ ഒരിക്കലും എൻ്റെ അടുത്തെത്തുകയില്ല. ക്രമേണ അധികമധികം നീചങ്ങളായ തലങ്ങളിലേക്ക് താഴ്ത്തപ്പെടുന്നു. ഭാവാർത്ഥം: ഭഗവാൻ കരുണാമൂർത്തി തന്നെ, എങ്കിലും അസുരപ്രകൃതക്കാരിൽ ഒരിക്കലും കനിയുകയില്ലെന്നാണ് ഈ ശ്ലോകം വ്യക്തമാക്കുന്നത്. ഇവർ ജന്മം തോറും രാക്ഷസീയ ഗർഭങ്ങളിൽ പിറന്ന് ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ അധികമധികം അധപ്പതിച്ച് അവസാനം പൂച്ച, നായ, പന്നി എന്നിവയുടെ ശരീരം കൈക്കൊള്ളുന്നു. വരുംകാല ജന്മങ്ങളിലൊന്നിലും ഒരിക്കലും അവർക്ക് ഭഗവത് കരുണ ലഭ്യമാകാനിടയില്ലെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരക്കാർ നായ, പന്നി എന്നീ വർഗങ്ങളിലേക്ക് താഴ്ന്നു പോകുമെന്ന് വേദങ്ങളും പറയുന്നുണ്ട്. ഈ അസുരവർഗത്തോട് കനിവില്ലാത്ത ഈശ്വരനെ എങ്ങനെ സർവദയാലുവെന്ന് കരുതാമെന്ന വാദം ഇവിടെ സംഗതമത്രേ. വേദാന്ത സൂത്രത്തിൽ അതിനുത്തരം കാണാം. ഭഗവാന് ആരോടും വിദ്വേഷമില്ല. അസുരഗണങ്ങളെ ജീവിതത്തിൻ്റെ അധോതലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഭഗവാന്റെ കനിവിലൊരു ഉദാഹരണം മാത്രമാണ്. അദ്ദേഹം ആസുര സ്വഭാവികളെ നിഗ്രഹിക്കുന്നതും അവരുടെ നന്മയ്ക്കു വേണ്ടി തന്നെ. ഭഗവാനാൽ കൊല്ലപ്പെട്ടവൻ മുക്തി നേടുന്നുവെന്ന് വൈദിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. രാവണൻ, കംസൻ, ഹിരണ്യകശിപു എന്നിവരെ കൊല്ലുന്നതിനായി ഭഗവാൻ പല വിധത്തിലുള്ള അവതാരങ്ങൾ എടുത്തിട്ടുള്ളതായി ഉദാഹരണങ്ങളുണ്ട്. തന്നാൽ കൊല്ലപ്പെടുവാൻ ഭാഗ്യമുണ്ടായ ആസുര സ്വഭാവികളോട് അദ്ദേഹം കനിവ് കാണിച്ചു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.